ഇന്ന് ഞാൻ നിങ്ങൾക്ക് വൈഫൈ എററുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ വൈഫൈ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആയി പോകുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ കണക്ട് ആവാൻ ഒരുപാട് സമയമെടുക്കുന്ന ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് നമ്മളെ വൈഫൈയുടെ നോർമൽ പെർഫോമൻസ് നമുക്ക് തിരിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ പലപ്പോഴും വൈഫൈ എറർ വരുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പല ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ ഏത് തരത്തിൽ ഇനിയിപ്പോ അപ്ഡേറ്റ് ചെയ്യാത്ത സുഹൃത്തുക്കൾക്ക് പോലും വൈഫൈ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിനായിട്ട് ഉള്ള ആപ്ലിക്കേഷൻ നോക്കുക, FXR വൈഫൈ ഫിക്സ് ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ചെറിയ ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇതിനകത്ത് ഫിക്സ് മൈ വൈഫൈ എന്ന് പറയുന്ന ആ ഫസ്റ്റത്തെ ബട്ടണിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ വൈഫൈയുടെ എല്ലാ സെറ്റിംഗ്സുകളും റീസ്റ്റോർ ചെയ്യാണ്, ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മളെ വൈഫൈ ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പാസ്വേഡുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ വൈഫൈ പാസ്വേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഇത് വെച്ച് ഫിക്സ് ചെയ്താൽ മതി, അല്ലാത്ത കേസ് നിങ്ങളുടെ എല്ലാ പാസ്വേഡുകളും പോകും. ഓക്കെ, അപ്പൊ ഞാനിവിടെ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഫിക്സ് മൈ വൈഫൈ എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെ എറൈസ് ഓൾ പ്രൊഫൈൽ എന്നുള്ള ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. അതിൽ യെസ് കൊടുക്കാം. എന്നിട്ട് അത് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം വൈഫൈയുടെ എല്ലാ സെറ്റിംഗ്സുകളും നമ്മൾ സേവ് ചെയ്ത ഡാറ്റാസും എല്ലാം ഒന്ന് റീസ്റ്റോർ, നമ്മൾ ഫോണ് റീസെറ്റ് ചെയ്ത പോലെ വൈഫൈയുടെ എല്ലാ സെറ്റിംഗ്സുകളും റീസെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വൈഫൈയുടെ എറർ മാറാൻ വേണ്ടിയിട്ട് ഫോണ് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണ് റീസെറ്റ് ചെയ്യാതെ തന്നെ ജസ്റ്റ് വൈഫൈ റീസെറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു പ്രോസസ്സിങ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാസ്വേഡ് ചോദിക്കും. കാരണം പാസ്വേഡ് പോകുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഗ്രീൻ കളറിലുള്ള ലെറ്റേഴ്സ് എല്ലാം കാണും. നമ്മൾ അത് ഫിക്സ് ആയി കഴിഞ്ഞു നമ്മളുടെ വൈഫൈ. ഇനി അതിനുശേഷം നമ്മൾ വൈഫൈ വീണ്ടും ഓൺ ചെയ്തു. ഞാൻ ആദ്യം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവും. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ വൈഫൈ എടുത്തു. നോക്കുക, പാസ്വേഡ് ചോദിക്കുന്നു. ആദ്യത്തെ കേസ് ജസ്റ്റ് വൈഫൈ ഓൺ ചെയ്താൽ തന്നെ കണക്ട് ആവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പാസ്വേഡ് എല്ലാം എറൈസ് ചെയ്ത് കളഞ്ഞു. അത് കാരണം ഇനി നമ്മൾ ആദ്യം തൊട്ട് പാസ്വേഡ് കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ വൈഫൈയുടെ എല്ലാ പ്രശ്നങ്ങളും ഇത് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. വൈഫൈ പ്രോബ്ലംസ് ഉള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫ്രണ്ട്സ്, താങ്ക് യു.